കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് മണിശങ്കർ അയ്യർ. ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളെ പോലെ തന്നെയോ ഉപരിയായോ പാകിസ്ഥാനെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന അയ്യരെ പാകിസ്ഥാൻകാർ അയ്യർ ദ ഗ്രേറ്റ് എന്ന് വിളിക്കാനാണ് സാധ്യത. അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ പാകിസ്ഥാൻ ബഹുമാന്യത അറിയിക്കുന്ന രാഷ്ട്രമാണെന്നും അവർക്ക് ആണവായുധം ഉണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പാകിസ്ഥാനുമായി ഭാരതം ചർച്ചകൾക്ക് മുൻകൈ എടുക്കണമെന്നും കഴിഞ്ഞ ഒരു ദശാബ്ദമായി അത്തരത്തിൽ ഒരു പ്രയത്നവും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും മണിശങ്കർ അയ്യർ വിമർശിച്ചിരുന്നു. പാകിസ്ഥാന്റെ അതിർത്തി ഭേദിച്ച് ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും പാകിസ്ഥാനിൽ തകർന്നു വീണ ഭാരതത്തിന്റെ MiG-21 നിന്നും ഫൈറ്റർ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ പിടിയിൽ നിന്നും 60 മണിക്കൂറിനുള്ളിൽ ഒരു പോറലു പോലും ഏൽക്കാതെ തിരിച്ചു കൊണ്ടുവന്നതും ഇപ്പോഴുള്ള ഭാരതത്തിന്റെ ഭരണ നേതൃത്വമായിരുന്നു. അന്നും പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റുമുട്ടിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ലോക ഭൂപടത്തിൽ നിന്നും ഒരുപക്ഷെ മാഞ്ഞു പോകും എന്നത് മണിശങ്കർ അയ്യരെ പോലെയുള്ളവരെക്കാൾ കൂടുതൽ അറിയുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനായിരുന്നു. ആർക്കു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഭാരതം പാകിസ്ഥാനുമായി സംസാരിക്കേണ്ടത്? ജമ്മു കാശ്മീരിലേക്ക് ഭീകരവാദികളെ രാത്രിയുടെ മറവിൽ കയറ്റിവിട്ട് ഭാരതത്തിനെതിരെ ഒളിപ്പോര് നടത്തുന്ന പാകിസ്ഥാൻ എന്ന ഭീകരത നട്ടുവളർത്തുന്ന രാഷ്ട്രത്തിനു വേണ്ടിയോ? അല്ല, ലോകവേദികളിലെല്ലാം കാശ്മീർ ഭാരതത്തിൻ്റെതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പാകിസ്ഥാന് വേണ്ടിയോ? സ്വന്തം കൈവശമിരിക്കുന്ന പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുമ്പോഴും രാജ്യം സാമ്പത്തികമായി തകർന്ന തരിപ്പണമാവുമ്പോഴും ഇന്ത്യ വിരുദ്ധത ചവച്ചിറക്കി വിശപ്പ് മാറ്റുന്ന പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തോടോ? ആറ്റം ബോംബ് കാട്ടി ഭാരതത്തിനോട് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് തഴുകി തലോടാൻ പറയുന്ന രാഷ്ട്രീയം ഏതായാലും അത് സ്വാഭിമാനമുള്ള ഭാരതത്തിന്റെ പൗരന്റെ വാക്കുകളല്ല, മറിച്ച് പകർന്നു കിട്ടിയ ഭീരുത്വത്തിന്റെയും അപകർഷതയുടെയും രാഷ്ട്രീയമാണ്. ജയ് ഹിന്ദ്.